ഇവനെന്താണ് ജങ്കാറ് കണ്ടിട്ടില്ലേ? നീ എന്താടാ കാണണമെന്ന് പറഞ്ഞത്? വീട്ടിലിരുന്നിട്ട് അവള് തലക്കുളി തന്നെ ഇല്ല. നീ ഭയങ്കര ഒച്ചപ്പാടുമ്പോ അവള് എന്തു പറ്റി? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അവളൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ നേപ്പാളി പോകുമ്പോഴേ നമ്മുടെ കൂടെ അവളെയും കൊണ്ടുപോയി. അതിനിപ്പ എന്താ, അവളും പറ്റേ അവക്കൊരു ട്രിപ്പ് ആവല്ല. പരിഞ്ഞപ്പനോട് ഇത്തിരി കാശ് കൂടുതൽ ചോദിക്കണം, നമ്മള് പലിശ കൊടുക്കൂലേ? അതൊന്നും ശരിയാവില്ലടാ. ഞാൻ ഒരു കണക്കിന് അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അതും ശരിയാ. ഞാൻ അവിടെ എങ്ങനെ പോയി കിടന്ന് പ്രസവിച്ചു കഴിഞ്ഞാ പിന്നെ പൗരത്വം തെളിയിക്കാൻ പാടായിരിക്കൂലേ? അലക്സാണ്ടറിന്റെ കാശ് തരൂ. നീ ഇതേ ഇങ്ങാട് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചേ, എന്നിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും, എല്ലാം നടക്കും. ഞാൻ പുണ്യാളിനോടൊന്ന് സംസാരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാര്യം കാണും. ഞങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയാലോ, അതൊന്നും നടത്തി തന്നെ. അതിപ്പോ എന്ത് അതിക്രമം കാണിച്ചിട്ടാണെങ്കിലും ഓക്കെ അല്ലേ? എന്താണ് അറിഞ്ഞേട്ടാ, കോഴിക്കടയിലോട്ടൊക്കെ ബീഫ് തീർന്നു പോയാ? എന്റെ മോൾ ആൻസിയെ പെണ്ണ് കാണാനായിട്ട് നാളെ ഒരു ടീം വരുന്നുണ്ട്. ചെറുക്കനങ്ങ് നോർത്ത് ഇന്ത്യയിലാണേ. ഇനി ബീഫ് കൊടുത്തിട്ട് ആ പേരിൽ കല്യാണം മുടങ്ങി പോകണ്ട, ചിക്കൻ ആയിക്കോട്ടെ. ഞാൻ എന്റെ വിരോധണ്ടാ? എന്താണ് ജാക്സ? കാശിന്റെ കാര്യം എന്തായിന്ന് അറിയാൻ മുതലാളി പറഞ്ഞോട്ടാ. ഓ, കാശ് കിട്ടുമ്പോ തരുമെന്ന് മുതലാളി പറഞ്ഞതല്ലേ? കാശ് കിട്ടിയില്ലേ 2 പഞ്ച് ഡയലോഗ് അടിക്കണമെന്ന് മുതലാളി പറഞ്ഞു. നീ ആ 2 ഡയലോഗ് പഞ്ചായത്ത് പറഞ്ഞിട്ട് പോകാൻ നോക്ക്. തൽക്കാലം ബിസിനസ് നടക്കട്ടെ, പഞ്ച് ഡയലോഗൊക്കെ ഞാൻ അടിച്ചോളാം. അവർ അച്ഛൻ എത്ര കോഴി വേണം? സൈസ് ഒത്തതൊരു 3 എടുത്തോ. പന്നവനെ സൈസ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കറക്റ്റാണ്. എന്ത് കറക്റ്റാണെന്ന് അയ്യോ മുതലാളി, 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 മുതലാളി. എടാ, നമ്മുടെ ചൂണ്ടക്കാരൻ സോമൻ പലിശ 100 രൂപ കുറച്ച് ഞാൻ വിടുവാ. അവന്റെ കൊട്ടക്കായിട്ട് 2 പിലാപ്പി ഇങ്ങോട്ടെടുത്ത് ഇതിലുണ്ടല്ലോ നല്ല കാന്താരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ട് അരച്ച് പെരട്ടിട്ടുണ്ടല്ലോ, ഉപ്പിലിട്ട് മുക്കി പച്ച വെളിച്ചെണ്ണ വറുത്ത് എടുത്താണ്ടല്ലോ. ഇതിന്റെ പടം കണ്ടാ മതി ചോറുണ്ടാൻ. നിനക്കറിയോ? നന്നായി മുരിച്ച് വറുത്ത് അതിലൊരു ഫോട്ടോ എടുത്ത് കയ്യിൽ വെച്ചോ. ജയിലിൽ ഗോതമ്പുണ്ട കഴിക്കുമ്പോൾ ടച്ചിങ് സൈറ്റ് ഉപയോഗിക്കാം. എന്താണ്ടാ? മുതലാളി ഹൗസോ ഡെഡായി. അപ്പൊ എന്റെ കാശാ? അതും ഡെഡായി. അതല്ല പ്രശ്നം മുതലാളി, അയാൾ ആത്മഹത്യ ചെയ്തതാ. മുതലാളിക്ക് പണിയാവും. എനിക്കെന്ത് പണി? ഇന്നലെ കോഴിക്കടയിൽ തോക്കെടുത്ത് ലൂസിഫർ കളിച്ചപ്പോ അയാൾ ഒരു ലവ് ലെറ്റർ തന്നില്ലേ? ലവ് ലെറ്ററാ? ലവ് ലെറ്റർ അല്ല, ആത്മഹത്യാക്കുറിപ്പ്. അതിന്റെ ഒറിജിനൽ ഇപ്പൊ പോലീസിന് കിട്ടിയിട്ടുണ്ടാവും. പോരാത്തതിന് കുബേരെ മുതലാളിക്ക് ജീവപര്യന്തം ഉറപ്പാ. മുങ്ങണം. ആണോ? അയ്യോ, കോളിംഗ് ബെല്ല്. നീ പോയി നോക്കേ. അത് മുതലാളിക്കുള്ള പോലീസാ. നീ പോയിട്ട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറ. എവിടെ പോയിന്ന് ചോദിച്ചാല് പുറകടലിൽ പോയെന്ന് പറ. എപ്പോ വരും ചോദിച്ചാ എന്ത് പറയൂ? ചോദിച്ച പോണ വഴിക്ക് നേരത്തെ വിളിക്കുന്നു പറ.